28 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായി വായിച്ച നോവൽ കൂടിയാണ് രണ്ടാമത്. അതിന് മുന്നേ സ്കൂളിലെ ഉപപാഠ പുസ്തകങ്ങളുടെ ധർമ്മരാജ വായിച്ചിട്ടുണ്ട്. ആദ്യം വായിച്ച ഒരു പുസ്തകവും നോവലും എല്ലാം രണ്ടാമൂഴമായിരുന്നു. രണ്ടാമൂഴം വായിച്ചത് കൊണ്ട് മാത്രം കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ഉന്മാദത്തിലേക്ക് എന്നെ എന്നേക്കുമായി തള്ളിയിട്ട ഒരു പുസ്തകം കൂടിയായിരുന്നു രണ്ടാമത്. അതിനുശേഷം ഏതെങ്കിലും ഒരു പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും 2 വരികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണപ്രദമായിട്ടുള്ളത് MT തന്നെയാണ്. ഇന്നിപ്പോൾ MT ഇല്ല നമ്മുടെ കൂടെ. ഈ അവസരത്തിൽ ഞാൻ സുഭാഷ് ചന്ദ്രന്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. ഞാൻ വിജയനത്തോട് സംസാരിച്ചിരുന്നതായും അദ്ദേഹം പറയുന്നത്, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വലിയ ഒരു അദ്ദേഹം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ MTയുടെ വിയോഗത്തിലൂടെ അത് വന്നു ചേർന്നിരിക്കുന്നു. വലിയ ആളുകളെ സൃഷ്ടിക്കാൻ പറ്റാത്ത ഒരു വർത്തമാനകാലം. ഈ ഒരു വർത്തമാനകാലത്തെക്കുറിച്ച് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് പറയാറുള്ളത്, ഞാൻ അചികിത്സ്യ ശുഭപ്രതീക്ഷ എന്നൊരു രോഗമുള്ള ഒരാളാണ്. അചികിത്സ്യ ശുഭപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇൻക്യൂറബിൾ ഓപ്റ്റിമിസം. അത് ഇന്നത്തെ കാലത്ത് ഒരു രോഗമാണ്. അതായത് ഇതൊക്കെ മാറും, ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. എല്ലാ ചെറുപ്പങ്ങളെയും നമ്മൾ മറികടക്കും. നമുക്കങ്ങനെ അവിശ്വസിക്കാറൊന്നുമായിട്ടില്ല. കുട്ടികൾ അത്ഭുത പ്രതിഭാശാലികളായ കുട്ടികൾ വരുന്നത്. അവരെ നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് അവരുടെ വഴിയിലേക്ക് തിരിച്ചുവിടാത്തത്. അങ്ങനെ തിരിച്ചുവിടാൻ സാധിക്കുന്ന കാലം വരാതെയൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരുപക്ഷെ MT ഉണ്ടായി എന്ന് വരില്ല, മറ്റേതെങ്കിലുമൊക്കെ മേഖലകളിൽ അത്ഭുത പ്രതിഭാശാലികളായ കുട്ടികൾ വരും. നമ്മളെക്കാൾ ഇൻഫ്രാസ്ട്രക്ചറിലാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അവർക്ക് റിസീവ് ചെയ്യാനുള്ള സാധ്യതകൾ 5 വയസ്സായ നമ്മളുടെ ഒരു ബാല്യത്തിൽ നിന്ന് എത്രയോ കൂടുതലാണ് പുതിയ കുട്ടിക്ക് എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഇൻറ്റേർണൽ ക്രിയേറ്റിവിറ്റിയെ നമ്മളൊന്ന് പോഷിപ്പിക്കാൻ, ക്രിയേറ്റീവ് ആക്കാൻ. ഞാനിപ്പോൾ സിംഗപ്പൂർ ഇരുന്നുകൊണ്ട് പറയുന്നു, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കിട്ടുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും പ്രബുദ്ധമായ ഒരു കമ്മ്യൂണിറ്റിയോട് സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും 1000 ആളോളം വലുപ്പമുള്ള പ്രബുദ്ധതയുള്ള ആളുകളാണ്. ഇത്രയും ദൂരെ എത്രയോ കാലങ്ങളായിട്ട് ജീവിച്ചിട്ടും കേരളത്തെ, മലയാളത്തെ, MTയെ ഒക്കെ ഇത്ര തിരിച്ചറിഞ്ഞ ഒരു സമൂഹം. ഇപ്പം ജ്യേഷ്ഠത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ പക്ഷേ അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം MTയെ തന്നെ വളരെ നിന്ദയോടുകൂടിയൊക്കെ കാണുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സമൂഹം നാട്ടിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ കാണേണ്ടതില്ല. കാരണം എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാ കാലത്തും ഈ നെഗറ്റീവ് ശക്തികളാണ് കൂടുതൽ വിസിബിൾ ആവുക. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്തായാലും പറയാം, അതിൻ്റെ ഒരു സ്വഭാവം ശക്തിപ്പെട്ടു വന്നു. മീഡിയ പലപ്പോഴും കാണുന്നത് ചീത്ത കാര്യങ്ങളെയാണ്, ഈ മോശം കാര്യങ്ങളെ. നമ്മുടെ ഒരു മനഃശാസ്ത്രം അതിന് കാരണമാണ്. ചീത്ത വാർത്തകൾ കേൾക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഇപ്പം രാത്രി 10 മണി മുതൽ 11:30 മണി വരെ ഏത് ചാനൽ നോക്കിയാലും ക്രിമിനൽ വാർത്തകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. FIR, കുറ്റപത്രം, പോലീസ് ഡയറി, ക്രൈം സ്റ്റോറി, പല പേരുകളിൽ. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇടതടവില്ലാതെ വയലൻസും ക്രൈംസും മാത്രം കാണിച്ചിട്ടാണ് മലയാളികളെ മീഡിയ ഉറക്കുന്നത്. അല്ല, ലോകത്തെ അപ്പം ഇത്രയും ക്രൈംസ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് നടക്കുന്നതാണെങ്കിൽ പോലും, ഇതൊക്കെ പണ്ടും നടന്നിട്ടുണ്ടേ, അത് നടക്കുന്നതാണെങ്കിൽ പോലും ഇത്രത്തോളം ഒന്നിച്ച് കാണിക്കാൻ. ഇപ്പം കേരളത്തിലൊരു സംഭവം നടക്കുന്ന ലോകത്തെ എല്ലാ ക്രിമിനൽ വാർത്തകളും പെട്ടെന്ന് കിട്ടും. നല്ല കർമ്മങ്ങൾ എത്രയോ ലോകത്ത് നടക്കുന്നുണ്ട്, എത്രയോ സൽക്കർമ്മങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത്. ഞാൻ ദിവസേനോളം കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന, കേരളം മുഴുവൻ ക്രിമിനലുകളുടെ ലോകമൊന്നുമല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, വളരെ നന്മകൾ അതിനൊന്നും വാർത്താ പ്രാധാന്യം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുന്നുണ്ടെങ്കിൽ ലോകം മോശമായി എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. കാരണം ഈ നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ കൂടുതൽ വിശേഷിച്ചും ഈ സാധനം തുറന്നാൽ നെഗറ്റിവിറ്റിയാണ് ഇതിലൂടെ പ്രചരിക്കുന്നത്. ഞാനൊന്നും എതിരായിട്ട് പറയല്ല. ഈ സാധനത്തെ നമുക്ക് എത്ര പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. ഒരു മനുഷ്യർക്കൊരു അപകടം വരുന്നു, ആ ആളെ സഹായിക്കാൻ ഒരു 10 രൂപ ഒരു കോൾ ഇട്ടാൽ 1 കോടി ആളുകൾ 10 രൂപ സംഭാവന ചെയ്താൽ
രക്ഷപ്പെടും. അത് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങളാണ് പ്രസരിക്കുന്നതെന്നേ ഉള്ളൂ. അത്രത്തോളം ചീത്തയല്ല ലോകം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ലോകം നന്നായിരിക്കുക ആണ്. അത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇൻവിസിബിൾ ആണെന്നേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഒരു ഹിറ്റ്ലറൊന്നും ഇനി ലോകത്തുണ്ടാവില്ല. ഹിറ്റ്ലർ ചില്ലറ കാര്യമാണ്. എന്ത് ക്രൗര്യങ്ങളാണ് ആ കാലത്ത് നടന്നത്. 1-2 ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ലോകത്ത് നടന്ന ക്രൂരത എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് ആലോചിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്രൂരത ഇനി ലോകത്ത് ഉണ്ടായി വരില്ല. കാരണം അപ്പോഴെവിടെന്നെങ്കിലും ഒരു മനുഷ്യാവകാശ ബോധം ഉയർന്നു വരും. അങ്ങനത്തെ ഒരു ലോകക്രമം ഉണ്ട്. ഒരു കുട്ടി ഈ പറഞ്ഞതുപോലെ MT പറഞ്ഞതുപോലെ മരിക്കാൻ കിടക്കുന്ന ആൾക്കൊരു തുള്ളി വെള്ളം കൊടുക്കാവുന്ന ഒരു കുട്ടി ഉണ്ടായി വരും. അതുകൊണ്ട് ലോകം അങ്ങനെ കേടുവരില്ല. ഞാനത് ഉറപ്പിച്ച് പറയുന്നു. ഒരു 50 വർഷം നമ്മൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ 50 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും വരുന്ന തലമുറ തന്നെ അവരുടേതായ രീതിയിൽ ഇത് നവീകരിച്ചെടുക്കും. ഈ നമ്മളുടെ രീതിയിലാവില്ല. ഈ വെള്ളപ്പൊക്ക കാലത്ത് അത്ഭുതകരമായി, നിങ്ങൾ അത് എത്ര ശ്രദ്ധിച്ചോ അറിയില്ല, ഈ പുതിയ കുട്ടികളാണ് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയ ആളുകളെ കണ്ടെത്താൻ ഈ പുതിയ എന്തായാലും സാധനം അറിയില്ല, അത് ഉപയോഗിച്ച് അനവധി ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ കുട്ടികളുടെ പേരൊന്നും നമുക്കറിയില്ല. ആ കുട്ടികളൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല. അത് ഈ പുതിയ കുട്ടികൾ തന്നെയാണ് ചെയ്തത്. ഇപ്പോഴും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു ടാങ്കർ ലോറി കത്തി അമർന്നപ്പോൾ അതിൽ കുറേ ആൾ രക്ഷിക്കാൻ പോയി മരിച്ചുപോയത് യുവാക്കളാണ്. ആ യുവാക്കളുടെ പേര് നമ്മൾ ഓർക്കുന്നില്ല. ടാങ്കർ ലോറി കത്തി അമർന്നപ്പോൾ രക്ഷിക്കാൻ പോയി മരിച്ച ആളുകൾ നമ്മുടെ ചിത്രത്തിലില്ല. അതേസമയം ക്രൂരത ചെയ്ത് വെട്ടിക്കൊന്നവൻ, 3 ആളെ തല്ലിയവൻ, കൊന്നവൻ. അപ്പോൾ അത് നമ്മൾക്ക് സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു അപജയമാണ്. ഈ അപജയം തിരുത്തപ്പെടും. ലോകം കൂടുതൽ നന്നാവും. MT ആഗ്രഹിച്ചതുപോലെ വരും, വരാതിരിക്കില്ല. സൗണ്ടായി വരും. ചോദ്യമല്ല, ഞാൻ എന്റെ അവസാനം വോട്ടോ ഞാൻ പറയാം. എനിക്കൊരു കാര്യം കൂടെ പറയാം. ചർച്ച അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. താങ്കൾ നിരീശ്വരവാദിയല്ല എന്ന് MT പറഞ്ഞിട്ടുണ്ട്. വാരണാസി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ആനന്ദവനവും മഹാശ്മശാനവുമായ ഈ നഗരം വീണ്ടും ഒരു ഇടത്താവളമായി തീർന്നു. നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരു ഇടത്താവളത്തിലേക്ക്. ആനന്ദവനവും മഹാശ്മശാനവുമായ നഗരം ശരീരം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസിക്ക് ശരീരം ഒരു ഇടത്താവളം മാത്രമാണല്ലോ. ഭാരതീയ തത്വചിന്തയിൽ തന്നെ ശരീരത്തെ ക്ഷേത്രമായും അതിൽ അന്തര്യാമിയായിരിക്കുന്ന ആത്മാവിനെ, ക്ഷേത്രത്തിനെ അറിയുന്നവൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ എന്നായും ഇന്നും വിവക്ഷിക്കുന്നുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിലം എന്ന അർത്ഥത്തിൽ, അല്ലാതെ അമ്പലം എന്ന അർത്ഥത്തിലല്ല. കുരുക്ഷേത്രം എന്നൊക്കെ പറയുന്ന പോലെ MTയുടെ ഇനിയുള്ള ഇടത്താവളങ്ങളും സർഗസൃഷ്ടിയുടെ വിളനിലങ്ങളായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സാറിന്റെ ഒരു കവിതയിൽ പറഞ്ഞ പോലെ തളിർനിലാവിന്റെ തോണിയിൽ പുഴ കടന്ന് കാവ്യോത്സവങ്ങളും കഥോത്സവങ്ങളും കുറിക്കാൻ ഇനിയും മഹാമനുഷ്യർ വരുമെന്ന് പ്രാർത്ഥിക്കാം. അവിടെ അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞപ്പോഴാണ് കന്യാകുമാരി എന്ന സിനിമ അവസാനിക്കുന്നത് ഒരു വലിയ ഉപനിഷത്ത് വചനത്തിലാണ്. അനന്തം ബദമേ വിത്തം യജ്ഞ യസ്യമേ നാസ്തി കിഞ്ചന. ഒരു അത്ഭുതകരമായൊരു ദർശനമാണ്. അനന്തം ബദമേ വിത്തം, എൻ്റെ സമ്പത്തിന് അവസാനമില്ല, എന്നാൽ എൻ്റേതായി ഒന്നും തന്നെ ഇല്ല. കന്യാകുമാരി അവസാനിക്കുന്ന കഥ. നിഷ്കളങ്കതയെ വെച്ചു പൊറിപ്പിക്കാൻ ലോകത്തിനാവില്ല എന്നൊരു ഡയലോഗുണ്ട്. അതിൻ്റെ അവസാനം MT പറഞ്ഞ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്നൊക്കെ പറയുന്ന ഒരു ദർശനത്തോട് ചേർത്ത് വെക്കാവുന്ന ഉപനിഷത്ത് ദർശനം. ഇതൊക്കെ അറിഞ്ഞ ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹം നിരീശ്വരവാദി അങ്ങനത്തെ ഒന്നല്ല. നിർമ്മാല്യത്തിലെ സിറ്റുവേഷനൊന്നും അങ്ങനെ എല്ലാം മനസ്സിലാക്കേണ്ടത്. അതൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും വളരെ വളരെ സന്തോഷകരമായ ദിവസം. വിജയകൃഷ്ണനോടും നമ്മൾ ഓരോരുത്തരോടും, ഉല്ലാസിനോടും സുരേഷിനോടും ശ്രീകുമാറിനോടും വിനോദിനോടും ഡോക്ടർ സുരേഷിനോടും മുഴുവൻ പേരറിയാത്ത എല്ലാവരോടും, ചോദ്യം ചോദിച്ച എല്ലാവരോടും, കേട്ടവരോടും എല്ലാവരോടും. സുരേഷല്ല, സുനിലാണ്. ഡോക്ടർ സുനിൽ എൻ്റെ ഇന്നത്തെ ആതിഥേയനാണ് സുനിൽ. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ സിംഗപ്പൂരിലേക്ക് വരുമ്പോൾ വലിയ സന്തോഷമാണ്. എൻ്റെ ഭാര്യ തന്നെയും സന്തോഷത്തോടെ യാത്ര അയക്കുന്നത് സിംഗപ്പൂരിലേക്കാണ്. അവിടെ പോയാൽ പേടിക്കാനില്ല എന്ന് പറഞ്ഞാൽ അവിടെ അത്രയേറെ സ്നേഹമുള്ള ആളുകളുണ്ടെന്നാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ലോകം മുഴുവൻ പോയ ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇവിടേക്ക് വരുമ്പോൾ, ഇപ്പം യാത്രയ്ക്കൊക്കെ മടിയാണെങ്കിലും വരുമ്പോൾ വന്നാലും സന്തോഷം തോന്നുന്ന ഈ സ്നേഹവും ഈ ഒരു അന്തരീക്ഷവും കുറച്ചു മതി. ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട. സത്യസന്ധരായ കുറച്ച് ആളുകൾ സത്യസന്ധമായി വിനിമയം ചെയ്യുന്ന ഇത്തരം ചെറിയ കൂട്ടായ്മകളിൽ നിന്നാണ്
നാളെയുടെ നല്ല ലോകം പിറവികൊള്ളുക. നമസ്കാരം. സാറ് ഈ